അധ്യായം 34. ഡോക്ടറുടെ മരുമകൻ. നാസിക് ജില്ലയിലെ മാലിഗാവോണിൽ ബിരുദധാരിയായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അയാളുടെ മരുമകന് മാറാരോഗമായിരുന്നു, ട്യൂബർകുലർ ബോൺ എബ്സസ്. ഡോക്ടറും അയാളുടെ സഹോദരന്മാരായ വൈദ്യന്മാരും പലതും ചെയ്തു നോക്കി. ഒടുവിലൊരു ഓപ്പറേഷനും നടത്തി. ഒരു സമാധാനവും കിട്ടിയില്ലെന്ന് മാത്രമല്ല, കുട്ടിയുടെ ദുരിതത്തിന് അവസാനമില്ലെന്ന മട്ടായി. സുഹൃത്തുക്കളും ബന്ധുക്കളും ദൈവസഹായമാണ് ഇനി വേണ്ടതെന്നും ഒറ്റനോട്ടത്തിൽ ഇത്തരം സുഖക്കേടുകൾ സുഖപ്പെടുത്താനുള്ള സായിബാബയെ ആശ്രയിച്ചാൽ മതിയെന്നും ഉപദേശിച്ചു. കുട്ടിയെയും കൊണ്ട് മാതാപിതാക്കൾ ഷിർദിയിലെത്തി. അവർ ബാബയെ നമസ്കരിച്ച് കുട്ടിയെ കാൽക്കലിരുത്തി. മകനെ രക്ഷിക്കണമെന്ന് താണുകേൺ അപേക്ഷിച്ചു. ബാബ അവരെ സമാധാനിപ്പിച്ചു. ഈ മസ്ജിദിൽ അഭയം തേടി വരുന്നവർ ഈ ജന്മത്തിൽ നിന്നല്ല കാലാകാലം ദുരിതമനുഭവിക്കില്ല. അതുകൊണ്ട് ഒന്നും ഭയപ്പെടേണ്ട. കുരുവിന്മേൽ ഉതി പുരട്ടിയാൽ ഒരാഴ്ചക്കുള്ളിൽ സുഖപ്പെടും. ഈശ്വരനിൽ വിശ്വസിക്കുക. ഇത് മസ്ജിദല്ല, ദ്വാരവതിയാണ്. ഇവിടെ കാലെടുത്തു കുത്തുന്നവന് ആരോഗ്യവും സന്തോഷവും ലഭിക്കും. അയാളുടെ സകല കഷ്ടപ്പാടുകളും അവസാനിക്കും. ബാബ വേദനിക്കുന്ന ഭാഗം മെല്ലെ തലോടി സ്നേഹമസൃണമായി കുട്ടിയെ കടാക്ഷിച്ചു. കുട്ടി സന്തുഷ്ടനായി. ഉതി പുരട്ടാൻ തുടങ്ങി. ഏതാനും ദിവസങ്ങൾക്കകം സുഖപ്പെട്ടു. അവർ ബാബയെ വണങ്ങി നാട്ടിലേക്ക് പോയി. സുഖക്കേട് മാറിയത് ബാബയുടെ കടാക്ഷം കൊണ്ടും ഉതി കൊണ്ടുമാണ്. ഈ വിവരം കേട്ട് കുട്ടിയുടെ അമ്മാവനായ ഡോക്ടർ വിസ്മയിച്ചുപോയി. അയാൾ എന്തോ ആവശ്യത്തിന് ബോംബെക്ക് പോകും വഴി ബാബയെ ദർശിക്കാൻ നിശ്ചയിച്ചു. പക്ഷേ മാലിഗാവോണിൽ വെച്ചും മൻമാഡിൽ വെച്ചും ആരോ ബാബയെക്കുറിച്ച് അപലപിച്ചു. അയാളുടെ ആശയം മാറ്റിക്കളഞ്ഞു. അയാൾ ഷിർദിയിലേക്കുള്ള യാത്ര വേണ്ടെന്ന് വെച്ച് നേരെ ബോംബെക്ക് പോയി. അയാൾ കുറച്ചു ദിവസം ആലിബാഗിൽ കൂടുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ബോംബെയിൽ വെച്ച് തുടർച്ചയായി 3 രാത്രികളിൽ "നീ ഇപ്പോഴും എന്നെ വിശ്വസിക്കുന്നുവോ?" എന്നൊരു അശരീരി കേട്ടു. അപ്പോൾ ഡോക്ടർ ഷിർദിക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു. ബോംബെയിൽ അയാൾക്ക് ഒരു വിഷജ്വരം ചികിത്സിക്കാനുണ്ടായിരുന്നു. അത് തീരെ ശമിച്ചു കണ്ടില്ല. അപ്പോൾ ഷിർദി യാത്ര നീട്ടിവെക്കാമെന്നയാൾ നിശ്ചയിച്ചു. പക്ഷെ മനസ്സുകൊണ്ട് ഇന്ന് രോഗിക്ക് സുഖമാവാൻ തുടങ്ങിയാൽ നാളെ ഷിർദിക്ക് പോകും എന്നയാൾ നിശ്ചയിച്ചു. അതിശയമെന്ന് പറയട്ടെ, ഈ തീരുമാനമെടുത്ത നിമിഷം മുതൽ ജ്വരം കുറഞ്ഞുവന്ന് അന്നു തന്നെ സാധാരണ നിലയിലായി. നിശ്ചയിച്ച പ്രകാരം പിറ്റേന്ന് ഷിർദിയിൽ പോയി ബാബയെ ദർശിച്ച് നമസ്കരിച്ചു. ബാബ അത്തരം അനുഭവങ്ങൾ അയാൾക്ക് കൊടുത്തുകൊണ്ട് അയാൾ ബാബാ ഭക്തനായി മാറി. അങ്ങനെ 4 ദിവസത്തോളം താമസിച്ച് ബാബയുടെ അനുഗ്രഹവും ഉദിയും വാങ്ങി നാട്ടിലേക്ക് മടങ്ങി. 2 ആഴ്ചക്കകം അയാളെ ബീജാപൂരിലേക്ക് ഉദ്യോഗ കയറ്റത്തോടുകൂടി സ്ഥലം മാറ്റി. അതുകൊണ്ട് ബാബയെ വീണ്ടും ദർശിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. ഇത് അയാളിൽ ശാശ്വതമായ ബാബാഭക്തി വളർത്തി. ഡോക്ടർ പിള്ള. ഒരു ഡോക്ടർ പിള്ള ബാബയുടെ വലിയ ഭക്തനായിരുന്നു. അയാളെ ബാബയ്ക്ക് വലിയ സ്നേഹമായിരുന്നു. ബാബ അയാളെ സഹോദരൻ എന്നർത്ഥമുള്ള ബാവു എന്നാണ് വിളിക്കുക. ബാബ പലപ്പോഴും അയാളോട് സംസാരിക്കുകയും അയാളുടെ അഭിപ്രായം ചോദിക്കുകയും എപ്പോഴും അയാൾ കൂടെ വേണമെന്ന് പറയുകയും ചെയ്യുമായിരുന്നു. ഈ പിള്ളയ്ക്ക് ഒരിക്കൽ വല്ലാത്ത ഗിനിപ്പുഴു രോഗം പിടിപെട്ടു. അയാൾ കാക്കാ സാഹിബ് ദീക്ഷിതിനോട് "വേദന സഹിക്കുന്നില്ല, കലശലായി വരുന്നു. ഞാൻ മരിക്കുന്നതാണ് ഇതിലും ഭേദം. ഈ വേദന എൻ്റെ കർമ്മഫലം അനുഭവിക്കലാണെന്ന് എനിക്കറിയാം. ബാബയുടെ അടുക്കൽ പോയി ഈ ദുരിതം എനിക്ക് ഭാവിയിൽ 10 ജന്മങ്ങളെ കൊണ്ട് അനുഭവിച്ചാൽ മതി എന്നാക്കിത്തരാൻ അപേക്ഷിക്കുക" എന്നു പറഞ്ഞു. ബാബ ഇത് കേട്ട് മനസ്സലിഞ്ഞ് ദീക്ഷിതിനോട് "അയാളോട് ഭയപ്പെടേണ്ടെന്ന് പറയൂ. അയാൾ എന്തിന് 10 ജന്മങ്ങളിൽ ദുരിതം അനുഭവിക്കണം? 10 ദിവസങ്ങളെ കൊണ്ട് ഈ ദുരിതവും കർമ്മഫലവും എല്ലാം അയാൾക്ക് തീർക്കാമല്ലോ. അയാൾക്ക് ഇഹത്തിലും പരത്തിലും നന്മ കൊടുക്കാൻ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അയാൾ എന്തിന് മരിക്കാൻ പ്രാർത്ഥിക്കണം? അയാളെ ആരെങ്കിലും ചുമന്ന് ഇവിടെ കൊണ്ടുവരട്ടെ. നമുക്ക് വേണ്ടത് ചെയ്ത് അയാളുടെ ദുരിതം അവസാനിപ്പിച്ചു കളയാം" എന്നു പറഞ്ഞു. ഡോക്ടറെ ആ നിലയിൽ എടുപ്പിച്ചു കൊണ്ടുവന്ന് ഫക്കീർ ബാബ സാധാരണ ഇരിക്കാറുള്ള ബാബയുടെ വലതുഭാഗത്തിരുത്തി. ബാബ അയാൾക്ക് തന്റെ കുഷ്യൻ കൊടുത്ത് "അവിടെ ശാന്തനായി സമാധാനത്തോടുകൂടി കിടക്കൂ. ശരിയായ പ്രതിവിധി പൂർവജന്മം അനുഭവിച്ചു തീർക്കലാണ്. നമ്മുടെ കർമ്മമാണ് സുഖത്തിനും ദുഃഖത്തിനും കാരണം. അതുകൊണ്ട് എന്തു വന്നാലും അനുഭവിക്കണം. അള്ളയാണ് എല്ലാറ്റിൻ്റെയും നിയതാവും രക്ഷിതാവും. അദ്ദേഹത്തെ സദാ സ്മരിക്കുക. അദ്ദേഹം നിന്റെ കാര്യം നോക്കിക്കൊള്ളും. എന്നിട്ട് അദ്ദേഹം എന്തു ചെയ്യുന്നുവെന്ന് നോക്കുക" എന്നു പറഞ്ഞു
ഡോക്ടർ പിള്ള അതിന് നാനാ സാഹിബ് കാലിന് ഒരു കെട്ടുകെട്ടിയിട്ടുണ്ടെന്നും യാതൊരു സമാധാനവുമില്ലെന്നും മറുപടി കൊടുത്തു. നാനാ വങ്കനാണ്, ആ കെട്ടഴിക്കൂ, ഇല്ലെങ്കിൽ നീ മരിക്കും. ഇപ്പോൾ ഒരു കാക്ക വന്ന് നിന്നെ കൊത്തും, അതോടെ സുഖപ്പെടും എന്ന് ബാബ പറഞ്ഞു. പറഞ്ഞുകൊണ്ടിരിക്കെ മസ്ജിദ് അടിച്ചുവാരുകയും വിളക്കിൽ തിരിനീട്ടുകയും മറ്റും ചെയ്യാറുള്ള അബ്ദുൾ അവിടെ വന്നു. അയാൾ വിളക്കിലെ തിരി നീട്ടിക്കൊണ്ടിരിക്കെ അബദ്ധത്തിൽ ഡോക്ടർ പിള്ളയുടെ കാലിൽ ചവിട്ടിപ്പോയി. കാലു വല്ലാതെ പഴുത്തിരുന്നു. അബ്ദുൾ ചവിട്ടിയതോടുകൂടി പഴുത്ത ഭാഗം പൊട്ടി 7 കൃമികൾ പുറത്തേക്ക് തെറിച്ചുപോയി. അസഹ്യമായ വേദന കൊണ്ട് ഡോക്ടർ പിള്ള ഉറക്കെ നിലവിളിച്ചു. കുറച്ചു കഴിഞ്ഞ് ശമനം വന്നപ്പോൾ അയാൾ മാറി മാറി ഭജന പാടാനും കരയാനും തുടങ്ങി. ബാബ ഇത് കണ്ട്, നോക്കൂ, നമ്മുടെ ബാബു സുഖമായി പാടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എപ്പോഴാണ് കാക്ക വന്നു കൊത്തുന്നത് എന്ന് ഡോക്ടർ ചോദിച്ചതിന്, നീ കാക്കയെ കണ്ടില്ലേ? അവൻ ഇനി വരില്ല. അബ്ദുള്ളായിരുന്നു ആ കാക്ക. ഇനി വാടയിൽ പോയി വിശ്രമമെടുത്താൽ മതി, നിനക്ക് വേഗം സുഖമാവും എന്ന് ബാബ മറുപടി പറഞ്ഞു. ബാബ പറഞ്ഞ പോലെ ഉധി പുരട്ടിയും ഉധി വെള്ളത്തിൽ കലക്കി കുടിച്ചും മറ്റൊരു മരുന്നും കൂടാതെ 10 നാളുകൾ കൊണ്ട് സുഖക്കേട് നിശേഷം മാറി. ശ്യാമയുടെ സഹോദര പത്നി. ശ്യാമയുടെ അനുജൻ ബാപ്പാജി സാവുൾ കിണറിനടുക്കലായിരുന്നു താമസം. ഒരിക്കൽ അയാളുടെ ഭാര്യയ്ക്ക് പ്ലേഗ് പിടിപെട്ടു. നല്ല പനി പനിച്ച് 2 മുഴകൾ അരക്കെട്ടിൽ പൊന്തി. ബാപ്പാജി ഷിർദിയിലേക്ക് ഓടിവന്ന് ശ്യാമയോട് സഹായിക്കാൻ അഭ്യർത്ഥിച്ചു. ശ്യാമ വല്ലാതെ ഭയപ്പെട്ട് നേരെ ബാബയുടെ അടുക്കൽ പോയി നമസ്കരിച്ച് വിവരം പറഞ്ഞു. രക്ഷിക്കാൻ അപേക്ഷിച്ചു. സഹോദരന്റെ വീട്ടിലേക്ക് പോവാൻ അനുവാദവും ചോദിച്ചു. ബാബ ഇത് കേട്ട്, ഈ രാത്രി സമയത്ത് അങ്ങോട്ട് പോവണ്ട, അവൾക്ക് ഉധി അയച്ചു കൊടുക്കുക. എന്തിനാണ് പനിയും പ്ലേഗും പറഞ്ഞു ഭയപ്പെടുന്നത്? ഭഗവാനാണ് നമ്മുടെ പിതാവും രക്ഷിതാവും. അവൾക്ക് എളുപ്പം സുഖപ്പെടും. ഇപ്പോൾ പോവണ്ട, രാവിലെ പോയി ഉടനെ മടങ്ങി വരിക എന്ന് പറഞ്ഞു. ശ്യാമയ്ക്ക് ബാബയുടെ ഉധിയിൽ പൂർണ്ണ വിശ്വാസമാണ്. അത് ബാപ്പാജി വശം കൊടുത്തയച്ചു. അത് കുരുവിന്മേൽ പുരട്ടുകയും കുറച്ച് വെള്ളത്തിൽ കലർത്തി രോഗിയെ കുടിപ്പിക്കുകയും ചെയ്തു. അത് കുടിച്ച ഉടനെ നല്ല പോലെ വിയർത്ത് രോഗി സുഖമായി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ഭാര്യയ്ക്ക് പനിയോ പ്ലേഗ് കുരുവോ കാണാഞ്ഞപ്പോൾ ബാപ്പാജി അതിശയപ്പെട്ടു. ബാബയുടെ അനുവാദം വാങ്ങി ശ്യാമ രാവിലെ ചെന്നപ്പോൾ അവർ അടുക്കളയിൽ ചായയുണ്ടാക്കുന്നത് കണ്ട് അയാളും വിസ്മയിച്ചുപോയി. കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ബാബയുടെ ഉധി കൊണ്ട് ഒറ്റ രാത്രിയിൽ സുഖപ്പെട്ടുവെന്നറിഞ്ഞു. അപ്പോഴാണ് ബാബ രാവിലെ പോയി ഉടനെ മടങ്ങുക എന്ന് പറഞ്ഞതിന്റെ പൊരുൾ ശ്യാമയ്ക്ക് മനസ്സിലായത്. ചായ കഴിച്ച് ശ്യാമ മടങ്ങിപ്പോയി ബാബയെ നമസ്കരിച്ചു പറഞ്ഞു, ദേവ, ഇതെന്ത് ലീലയാണ് ഭഗവാന്റെ. ആദ്യം ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് ഞങ്ങളെ ഇളക്കി മറിക്കുന്നു, പിന്നീടത് ശമിപ്പിച്ച് സമാധാനിപ്പിക്കുന്നു. ബാബ അതിന് കർമ്മമാർഗം വിചിത്രമാണ്. ഞാനൊന്നും ചെയ്യുന്നില്ലെങ്കിലും വിധിഗതമായി വരുന്ന സംഗതികൾക്ക് എന്നെ ഉത്തരവാദിയാക്കുന്നു. ഞാൻ അതിന് സാക്ഷി മാത്രമാണ്. ഭഗവാനാണ് എല്ലാം ചെയ്യുന്നതും പ്രചോദനം നൽകുന്നതും. അദ്ദേഹം കരുണാമയനാണ്. ഞാൻ ദേവനോ പ്രഭുവോ അല്ല. യാതൊരുവൻ അഹംഭാവം ഉപേക്ഷിച്ച് അദ്ദേഹത്തോട് നന്ദിയും വിശ്വാസമുള്ളവനായി ഭവിക്കുന്നുവോ അവന് മോചനം സിദ്ധിക്കുന്നു എന്നാണ് മറുപടി പറഞ്ഞത്. ഇറാനി പെൺകുട്ടി. ഒരു ഇറാനിയുടെ അനുഭവം നോക്കുക. അയാളുടെ ചെറുപ്പക്കാരിയായ മകൾക്ക് മണിക്കൂർ തോറും അപസ്മാരം ഇളകുമായിരുന്നു. ഇളക്കം തുടങ്ങിയാൽ സംസാരിക്കാൻ കഴിയാതെ കൈകാൽ ബലം പിടിച്ച് ഓർമ്മ കെട്ട് വീഴും. ഒന്നുകൊണ്ടും സമാധാനം കിട്ടിയില്ല. ചിലർ ബാബയുടെ ഉധി ഉപയോഗിക്കാനും അത് വൈലെ പാർലിയിൽ കാക്കാ സാഹിബ് ദീക്ഷിതിൽ നിന്നും കിട്ടുമെന്നും അയാൾ ഉപദേശിച്ചു. അങ്ങനെ ഇറാണി ഉധി വാങ്ങി നിത്യവും വെള്ളത്തിൽ കലർത്തി മകൾക്ക് കുടിക്കാൻ കൊടുത്തു. ആദ്യം മണിക്കൂർ തോറും വന്നിരുന്ന ഇളക്കം 7-8 മണിക്കൂറിൽ ഒരിക്കൽ എന്ന മട്ടായി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ തീരെ മാറി. ഹർദയിലെ മാന്യൻ. ഹർദയിലെ വൃദ്ധനായ ഒരു മാന്യന് മൂത്രസഞ്ചിയിൽ കല്ലിന്റെ സുഖക്കേടായിരുന്നു. അത് സാധാരണ ശസ്ത്രക്രിയ ചെയ്തെടുക്കലാണ്. ഇയാളോടും ഇപ്രകാരം ചെയ്യാൻ ആളുകൾ ഉപദേശിച്ചു. അയാൾ വൃദ്ധനും അവശനുമായതിനാൽ ശസ്ത്രക്രിയ ചെയ്യിക്കാൻ ധൈര്യം വന്നില്ല. അയാളുടെ ദുരിതം മറ്റൊരു വിധത്തിലാണ് താമസം വിന അവസാനിച്ചത്. ആ നഗരത്തിലെ ഇനാംദാർ ആ അവസരത്തിൽ അവിടെ വന്നു. അയാൾ ബാബാ ഭക്തനായിരുന്നതിനാൽ എപ്പോഴും കുറച്ച് ഉധി കൈവശം വെക്കലുണ്ടായിരുന്നു. ചില സുഹൃത്തുക്കളുടെ ശുപാർശ പ്രകാരം വൃദ്ധനായ മാന്യന്റെ മകൻ ഇനാംദാറിൽ നിന്ന്
കുറച്ച് ഉതി വാങ്ങി വെള്ളത്തിൽ കലർത്തി അച്ഛനെ കുടിപ്പിച്ചു. 5 മിനിറ്റിനുള്ളിൽ ഉതി അകത്ത് ചെന്ന് കല്ലുരുക്കി മൂത്രത്തിലൂടെ പുറത്തുപോയി വൃദ്ധന് സുഖമാവുകയും ചെയ്തു. ബോംബെയിലെ മാന്യ. കായസ്ഥ പ്രഭുവർഗത്തിൽപ്പെട്ട ബോംബെയിലെ ഒരു സ്ത്രീക്ക് പ്രസവ സമയം ഭയങ്കരമായ വേദന അനുഭവിക്കുകയായിരുന്നു. ഓരോ അവസരവും ഗർഭം ധരിക്കുമ്പോൾ അവൾ പേടിച്ചരണ്ടു പോകുമായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് യാതൊരു രൂപവുമില്ലായിരുന്നു. കല്യാണിലെ രാമമാരുതി എന്ന ബാബാ ഭക്തൻ അവരുടെ ഭർത്താവിനോട് അവരെ സുഖപ്രസവത്തിന് ഷിർദിയിലേക്ക് കൊണ്ടുപോവാൻ ഉപദേശിച്ചു. അടുത്ത അവസരം അവർ ഗർഭം ധരിച്ചപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ഷിർദിയിൽ വന്ന് കുറേ മാസങ്ങളോളം താമസിച്ച് ബാബയെ സേവിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പ്രസവ സമയം അടുക്കുകയും സാധാരണ പോലെ ഗർഭപാത്രത്തിൻ മുഖത്ത് തടസ്സം അനുഭവപ്പെടുകയും ചെയ്തു. വേദന സഹിക്കാനാവാതെ അവർ ബാബയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ചില അയൽവക്കക്കാരികൾ വന്ന് ഉതി വെള്ളത്തിൽ കലർത്തി അവർക്ക് കുടിക്കാൻ കൊടുത്തു. 5 നിമിഷങ്ങൾക്കകം അവർ യാതൊരു വേദനയും കൂടാതെ സുരക്ഷിതമായി പ്രസവിച്ചു. കുട്ടി അതിന്റെ വിധിക്കനുസരിച്ച് ചാവിള്ളയായിരുന്നു. മനസമാധാനം സിദ്ധിച്ച അമ്മ ബാബയെ വന്ദിച്ച് നന്ദി പറഞ്ഞ് ജീവിതകാലം മുഴുവൻ ബാബയുടെ ഭക്തിയായി കഴിഞ്ഞു. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.